ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോ ഹോണ്ട സ്പ്ലെൻഡർ വണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. നമുക്കതിനകത്ത് പൊല്യൂഷൻ ടെസ്റ്റ്, ബോൾ റൈസർ ലൂസ് ഉണ്ട്, അതൊന്ന് ടൈറ്റ് ചെയ്യണം. ലെഫ്റ്റ് സൈഡ് എഞ്ചിൻ്റെ സൈഡിൽ നിന്ന് ഓയിൽ ലീക്ക് ഉണ്ട്, എഞ്ചിൻ ഓയിൽ മാറ്റുക, ജനറലായിട്ട് സർവീസ് ചെയ്യുക, വാട്ടർ സർവീസ് ചെയ്യുക. ഇത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞാണ്. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വർക്കിന് കയറ്റി. കോൺസെപ്റ്റ് നല്ല ലൂസാണ്, അതായത് ബോൾ റൈസറിൻ്റെ ഭാഗത്ത് നല്ല ലൂസുണ്ട്. അത് നമ്മൾ സെറ്റ് ചെയ്ത് ഇപ്പോൾ ഓൾറെഡി കുഴപ്പമില്ലാത്ത രീതിയിലേക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ സർവീസിൻ്റെ ഭാഗമായിട്ട് കയറ്റി എൻ്റെ ബാക്ക് ബ്രേക്കൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനറൊക്കെ നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്താൽ റീസെറ്റ് ആക്കാം. പിന്നെ ബാക്കിലത്തെ വീൽ അഴിച്ചപ്പോൾ സ്പോക്കറ്റ് ബെയറിങ് നമ്മൾ ചെക്ക് ചെയ്തപ്പോഴേ ബെയറിങ് മൊത്തം പോയി കിടക്കണ്ട, നല്ല ഷെയ്ക്ക് കാണിക്കുന്നുണ്ട്. അതൊന്നും മാറ്റിയിട്ടാക്കാം, അതല്ലെങ്കിൽ എന്താ പറ്റുന്ന ചെയിൻ കംപ്ലൈൻറ്റ് ആവും പെട്ടെന്ന്. പിന്നെ വീലിൻ്റെ ഡാമ്പർ റബ്ബർ സെറ്റ് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്, ഈ സൈഡൊക്കെ പൊളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. വേണ്ട അടിച്ച് അത്യാവശ്യം ലോഡ് എടുത്ത് അടിച്ചടിച്ച് പൊട്ടണമാണ്. അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്തിട്ടേക്കാം. ബാക്ക് ബ്രേക്ക് ടയറിൻ്റെ കണ്ടീഷനൊക്കെ ഓക്കെയാണ്. ഹബിനും വേറെ പറയത്ത കംപ്ലൈൻറ്റ് ഒന്നുമില്ല കേട്ടോ. അപ്പോൾ നിലവിൽ ചെയിനൊക്കെ ചെറിയ ലൂസ് ഉണ്ട്, അത് നമുക്ക് ടൈറ്റ് ചെയ്തിടാം. പിന്നെ എഞ്ചിൻ്റെ ഭാഗത്ത് ചെറിയ ലീക്കേജ് പറഞ്ഞിട്ടുണ്ട്. ഈ സ്പോക്കറ്റ് ഓയിൽ പോയതാണ്. സ്പോക്കറ്റ് ഓയിൽ ഈ പ്ലഗ് റബ്ബറും മാറ്റി ആ ഭാഗം ക്ലീൻ ആക്കി എടുക്കാം കേട്ടോ. പിന്നെ അതേപോലെ തന്നെ എയർ ഫിൽറ്റർ നമുക്ക് മാറ്റണം. എയർ ഫിൽറ്റർ ബ്ലോക്കാണ്, അത്യാവശ്യം പൊടിയേറി ബ്ലോക്കായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എയർ ഫിൽറ്റർ മാറ്റാം. കാർബറേറ്റർ തൽക്കാലം നമ്മൾ അഴിക്കണില്ല, ഞാനതല്ലാതെ കൊണ്ട് ട്യൂൺ ചെയ്തിട്ട് നമുക്ക് പൊല്യൂഷൻ എടുക്കാൻ പറ്റുമെന്നുള്ള ദിവസം നോക്കാം. ട്യൂൺ ചെയ്ത് ക്ലിയർ ചെയ്തിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ കാർബറേറ്റർ നമുക്ക് അഴിക്കേണ്ടി വരും. കാരണം ഈ കാർബറേറ്റർ അഴിക്കുമ്പോഴുള്ള റിസ്ക് എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഇപ്പോഴത്തെ പെട്രോൾ E20 പെട്രോളാണ്. അത് ഉപയോഗിക്കുമ്പോൾ തന്നെ പ്രോബ്ലംസ് എന്ന് വെച്ചാൽ കാർബറേറ്ററിൻ്റെ അടിയൊക്കെ ദ്രവിച്ചൊരവസ്ഥയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്ത് കയറ്റണ സമയത്ത് അഴിച്ചു നോക്കിയാൽ നമുക്ക് അതിൻ്റെ സ്ഥിതി അറിയാൻ പറ്റുള്ളൂ. അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ പെട്രോൾ ഓവർഫ്ലോ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മാക്സിമം അഴിക്കാത്തൊരു കണ്ടീഷനിൽ മാക്സിമം നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം പൊല്യൂഷൻ എടുക്കാനായിട്ട്. എന്നിട്ട് ഒരു രക്ഷയില്ലെങ്കിൽ മാത്രം നമുക്ക് അഴിക്കാം കേട്ടോ. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ബ്രേക്കൊക്കെ നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യാനുണ്ട്. ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യാനുണ്ട്. ഈ കേബിൾ ഗൈഡ് കൂടെ പൊട്ടി കിടക്കട്ടെ, അതൊന്ന് മാറ്റിയിടാം. കോൺസെപ്റ്റ് ലൂസ് ഉണ്ടായിരുന്നു, ഇപ്പോൾ ടൈറ്റ് ചെയ്തപ്പോൾ ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഫ്രണ്ട് വീൽ ബെയറിംഗ് ഒക്കെ പുതിയതാണ്, കുഴപ്പമൊന്നുമില്ല. ടയറൊക്കെ ആയാലും അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പോൾ സ്പാർക്ക് പ്ലഗ് വലിയ പഴക്കമായിട്ടില്ല, അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി. അപ്പോൾ ആ രീതിയിൽ ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇടാം കേട്ടോ. വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം. നമുക്കൊരു 5 മണിയാകുമ്പോഴത്തേക്ക് തീരുമെന്ന് വിചാരിക്കണം. അപ്പോൾ വീഡിയോ കണ്ടുകഴിയുമ്പോൾ തന്നെ ഒന്ന് റിപ്ലൈ ചെയ്തോളൂ. ഞാനതനുസരിച്ച് മാക്സിമം സ്പീഡ് ആക്കാം. ഓക്കെ.